ഓണസദ്യ പോലെ തന്നെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഓണക്കോടി. ഓണ ദിവസങ്ങൾ അടുക്കവേ നമ്മുടെ വസ്ത്ര സ്ഥാപനങ്ങളിൽ ഓണക്കോടി എടുക്കുന്നത് വലിയ തിരക്കാണ് കാണുന്നത്. ഓണം കച്ചവടമൊക്കെ തകൃതിയായി അടിപൊളിയായി പോകുന്നു. പിന്നെ നമുക്ക് മലയാളികൾക്ക് എന്ന് പറഞ്ഞാൽ ഓണം അത്രയും നല്ല ആഘോഷമായിട്ട് എല്ലാവരും കൊണ്ടാടുന്നതാണ്. എല്ലാ തരം ഡ്രസ്സുകളും ഉണ്ട്. എന്നാലും കുട്ടികൾ കൂടുതൽ പട്ടുപാവാട, ധാവണി, കഫ്താന്, ചുരിദാർ, എല്ലാ തരം സെറ്റ് സാരി, ജെൻസ് ആണെങ്കിലും അവർക്ക് മുണ്ട്, ഷർട്ട്, അതിൽ ഡിസൈന് എല്ലാം എല്ലാവർക്കും നല്ലതായിട്ട് പോകുന്നുണ്ട്. കൂടുതലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് കൂടുതൽ കഫ്താന് അങ്ങനത്തെ ട്രെൻഡുകൾ, അത് നമ്മൾ ആ സെറ്റ് സാരിൻ്റെ മോഡലായിട്ടാണ് കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. കസ്റ്റമറിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ അവർ നോക്കുന്നത്. എന്നാലും നമ്മുടെ എല്ലാറ്റിനും കുറച്ച് റേറ്റ് കൂടുതലാണ് വന്നിട്ടുള്ളത്. വെസ്റ്റേൺ സ്റ്റൈലിലും കൂടി ആൾക്കാർ നോക്കുന്നുണ്ട്. നമ്മൾ മലയാളികളാകുമ്പോൾ എല്ലാവർക്കും ഒരു പട്ടുപാവാട, ബ്ലൗസ്, സാരി, സെറ്റ് സാരി അങ്ങനെയൊക്കെയാണല്ലോ കൂടുതൽ നോക്കുന്നത്. പക്ഷെ എന്നാലും കുറച്ച് കസ്റ്റമർ കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലിലുള്ള നമ്മളെ മലയാളി ആ ലുക്കിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഓണം സീലൊക്കെ ഇപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. നമുക്ക് പണ്ടത്തെ പോലെ കഥകളി തീം, അങ്ങനത്തെ തീമല്ല ഈ പ്രാവശ്യം കൂടുതൽ പോകുന്നത്. കുറേ അധികം ത്രെഡഡ് പാറ്റേൺസ്, പ്ലെയിൻ കളർ, പിന്നെ കുർത്ത, നമുക്ക് കൂടുതൽ തിരക്ക് വരുന്ന വൈകുന്നേരത്താണ്. ഈ പ്രാവശ്യത്തെ ഓണം നന്നായിട്ട് പോകുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം അങ്ങനത്തെ വരുന്നില്ല. എല്ലാവരും ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് യൂണീക്കായിട്ട് ഡ്രസ്സ് എല്ലാവരും തിരഞ്ഞെടുക്കാൻ നോക്കുന്നത്. പിന്നെ കണ്ടത്തെ പോലെ കഥകളി എടുക്കുന്നില്ല, ഇപ്പോൾ എല്ലാവരും സിമ്പിളായിട്ടുള്ള എടുക്കാനാണ് നോക്കുന്നത് കൂടുതലും. ഓണം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി. തിരക്ക് കൂടുതൽ ഒരു 6 മണിക്ക് ശേഷം ജോലിക്ക് കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് കൂടുതലും തിരക്ക് വരുന്നത് നമുക്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.